ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ ഭയമാണോ, അമേരിക്കയെ ഭയമാണോ? ചോദ്യം ഡയറക്റ്റാണ്. ഏകദേശം 100-ലധികം പ്രാവശ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ്, ചെറിയ ആളൊന്നുമല്ല, അമേരിക്കയുടെ പ്രസിഡന്റാണ്, നിരന്തരമായിട്ട് ഇന്ത്യയെ അവഹേളിക്കുന്നു. അപ്പൊ അതിന്റെ പുറകിലൊരു കാരണം കാണും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്രാവശ്യം പറയുന്നു 11 എയർക്രാഫ്റ്റാണ്, ബ്രാൻഡഡ് എയർക്രാഫ്റ്റാണ് പോയത്. അതും ഗ്ലോബൽ ലീഡേഴ്സ് ഇരിക്കുന്ന വേദിയിലാണ് ഇത് പറയുന്നത്. പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ വാർ 25 കോടിയോളം ജനങ്ങൾ മരിക്കേണ്ടതായിരുന്നു, അത് അയാളാണ് രക്ഷപ്പെടുത്തിയത്. കാരണം ഉറപ്പായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ കൺട്രിയാണ്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത്. അത് അയാളാണ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, എന്തുകൊണ്ടാണ് മോദി ഗവൺമെന്റ് ഏകദേശം 100-ലധികം പ്രാവശ്യം ഇതിനെപ്പറ്റി പറയും. ഇന്ത്യൻ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിബേറ്റിൽ ഏകദേശം 26ഓളം പാർലമെന്റേറിയൻസ് ഒപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഗവൺമെന്റ് സൈലന്റായി. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഇന്റർനാഷണൽ ഡെയിലീസിലും മാഗസിൻസിലും ഒക്കെ വാറുമായി ബന്ധപ്പെട്ട സംഭവത്തിലൊക്കെ ഇത് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇന്ത്യക്ക് എത്രണ്ണം പോയി, പാകിസ്ഥാൻ എത്രണ്ണം പോയി, ആർക്കാണ് വാറിന്റെ എഡ്ജ് കിട്ടിയത്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇന്ത്യയെ പൂർണ്ണമായിട്ടും താത്തിക്കെട്ടി തന്നെയാണ് പറയുന്നത്. ഇത് ചുമ്മാ ഇവിടെയുള്ള വിഡ്ഢികൾ പറയുന്ന പോലൊന്നുമല്ല. ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് നാണക്കേട് തന്നെയാണ് ഈ സംഭവം. കൃത്യമായിട്ട് വാറിനെ പറ്റി വായിക്കുകയൊക്കെ ചെയ്യുന്ന ഇന്റർനാഷണൽ മീഡിയക്കകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റിന്, ഈ പറയുന്ന ഇന്റർനാഷണൽ മീഡിയ, മോദി അഡ്മിനിസ്ട്രേഷന് പരസ്യമായിട്ട് സ്റ്റാൻഡ് എടുക്കാൻ പറ്റത്തില്ലേ? അതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തത്? ആ ചോദ്യത്തിന്റെ ഉത്തരവാണ് ഞാൻ തരാൻ പോകുന്നത്. അതായത് പാർലമെന്റ് ഉത്തരം കൊടുത്തില്ല, അമേരിക്കൻ പ്രസിഡന്റ് ഇതിനെപ്പറ്റി പറയുന്നു, അത് കഴിഞ്ഞിട്ട് വലിയൊരു ഡെലിഗേറ്റ്സിനെ ഗ്ലോബലായിട്ട് ഇന്ത്യ ഗവൺമെന്റ്, ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെ ഗ്ലോബലായിട്ട് പലയിടത്തും വിട്ടു. അന്ന് ഞാൻ പറഞ്ഞു ഇത് ഫ്ലോപ്പ് ഗെയിമാണ്.